മാം മൊഡ്യൂള് ഫസ്റ്റ് ആണോ ഇത്? Good afternoon. Good afternoon, ma'am. Good afternoon. എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ കേട്ടോ. എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ? Yes, Yes, ma'am. ma'am. ഓക്കെ, ഞാൻ കഴിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റുകൾ പറഞ്ഞു തരാം അല്ലെ. കഴിഞ്ഞ ക്ലാസ്സിൽ മൊഡ്യൂൾ 1 നമ്മൾ ഫിനിഷ് ചെയ്തു കേട്ടോ. എന്റെ ചാപ്റ്റേഴ്സ് ഓൾമോസ്റ്റ് കഴിഞ്ഞു. അപ്പൊ നമുക്ക് നോക്കാം ഏതൊക്കെയാണെന്ന് ഇമ്പോർട്ടന്റ് ഏരിയ. Yes. മൊഡ്യൂള് 2 ആണോ മാം എടുക്കുന്നെന്ന്? മൊഡ്യൂൾ 2 എടുക്കോട്ടെ. അതിനു മുമ്പായിട്ട് മൊഡ്യൂൾ 1 ചാപ്റ്റേഴ്സിൽ ഇമ്പോർട്ടന്റ് പോയിന്റ്സ് പറഞ്ഞുതരാം. അതൊന്ന് നോട്ട് ചെയ്തെടുത്തോളൂ കേട്ടോ. എക്സാം ആകുന്ന സമയത്ത് അതിനെ കൂടുതൽ എംഫസൈസ് ചെയ്തുകൊണ്ട് പഠിച്ചാൽ മതി. ഓക്കെ. ഓക്കെ. ഹോസ്പിറ്റൽ വാർഡ്സ് പോയിന്റ് ആണോ? അല്ല, ഹോസ്പിറ്റൽ വാർഡ് ഞാനല്ല. ഹോസ്പിറ്റൽ വാർഡ് ആരാ എടുക്കുന്നേ? ഹോസ്പിറ്റൽ വാർഡ് എടുത്തില്ലേ നിങ്ങൾക്ക്? നോക്കിയേ നിങ്ങള് ഹെൽത്ത് കെയർ സിസ്റ്റം ഇൻ ഇന്ത്യ ചാപ്റ്റർ 3 ഹെൽത്ത് കെയർ സിസ്റ്റം ഇൻ ഇന്ത്യ ആ ഒരു ചാപ്റ്ററിനെ കുറിച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് പറഞ്ഞു തരുന്നത്. എല്ലാവരുടെയും കയ്യിൽ ടെക്സ്റ്റ് കിട്ടിയിട്ടുണ്ടല്ലോ അല്ലെ? ടെക്സ്റ്റ് കിട്ടിയിട്ടില്ലേ? ഓക്കെ. അതില് നിങ്ങൾ നോക്കിയേ ആയുർവേദയുടെ മീനിങ് കൊടുത്തിട്ടുണ്ട്. സയൻസ് ഓഫ് ലൈഫ്. അതൊന്ന് അണ്ടർലൈൻ ചെയ്യൂ കേട്ടോ. സയൻസ് ഓഫ് ലൈഫ്. അതിന് താഴെയായിട്ട് മോഡേൺ അലോപ്പത്തിക് ഹെൽത്ത് കെയർ സിസ്റ്റം ഇൻ ഇന്ത്യ. അതില് ഇന്ത്യാസ് ഹെൽത്ത് സിസ്റ്റം ക്യാൻ ബി കാറ്റഗറൈസ്ഡ് ഇൻടു 3 ഡിസ്റ്റിങ്ക്ട് ഫേസസ്. അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇനീഷ്യൽ ഫേസ് 1947 to 1983 ചോദിക്കാം. അതുപോലെ തന്നെ അതിന്റെ പ്രിൻസിപ്പിൾസും ചോദിക്കാം. ഇനീഷ്യൽ ഫേസ് എപ്പോഴാണെന്ന് ചോദിക്കാം. ഏത് വർഷം തുടങ്ങി ഏത് വർഷം വരെയാണെന്നും അതിന്റെ പ്രിൻസിപ്പിൾസും ചോദിക്കാവുന്നതാണ് കേട്ടോ. അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആണ്.
ദെൻ അതുപോലെ തന്നെ രണ്ടാമത്തെ പോയിന്റും ഇമ്പോർട്ടന്റ് ആണ്. ഇയർ ചോദിക്കാം. ഇൻ ദ സെക്കൻഡ് ഫേസ് ഓഫ് 1983-2000. അതുപോലെ തന്നെ അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ഞാൻ പറയുന്നത് കിട്ടുന്നുണ്ടല്ലോ? ക്യാച്ച് ചെയ്യാൻ പറ്റുന്നില്ലേ? ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. എ നാഷണൽ ഹെൽത്ത് പോളിസി വാസ് പ്രൊക്ലൈംഡ് ഫോർ ദ ഫസ്റ്റ് ടൈം 1983. വെരി വെരി ഇമ്പോർട്ടന്റ് കേട്ടോ. ഓക്കെ, 1983. പിന്നെ അതുപോലെ തന്നെ NHPs, NHPയുടെ ഫുൾ ഫോം ചോദിക്കാം. നാഷണൽ ഹെൽത്ത് പ്രോഗ്രാംസ്. അതും അണ്ടർലൈൻ ചെയ്യാം. ഓക്കെ, ദെൻ തേർഡ് ഫേസ് ആണ് പോസ്റ്റ് 2000. അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ചോദിക്കാം. മെയിൻ ആയിട്ട് പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ്, ലിബറലൈസേഷൻ ഓഫ് ഇൻഷുറൻസ്, ഗവൺമെന്റ് ആസ് എ ഫിനാൻഷ്യർ, അത് ചോദിക്കാം കേട്ടോ. അപ്പോ ഈ 3 പോയിന്റുകളും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഫേസ് തിരിച്ചിരിക്കുന്നത് വെരി വെരി ഇമ്പോർട്ടന്റ്. ഒരു മിനിറ്റ്. പിന്നെ അതുപോലെ തന്നെ the healthcare infrastructure in rural areas has been developed as a 3-tier system. അതിൽ സബ് സെന്റർ ഇമ്പോർട്ടന്റ് ആണ്. ഇല്ല, ഞാൻ മൊഡ്യൂൾ എക്സാം ആവാറായിട്ടില്ല കേട്ടോ. ഞാൻ മൊഡ്യൂൾ 1 കഴിഞ്ഞപ്പോ അതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസ് പറഞ്ഞു പോവാണ് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ട് കേട്ടോ. ഓക്കെ, എക്സാം 1-2 മാസം കൂടി കഴിഞ്ഞിട്ടേ ഉണ്ടാവുള്ളൂ. സബ് സെന്റർ, അതുപോലെ പ്രൈമറി ഹെൽത്ത് സെന്റർ, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ, ഇത് 3ഉം നിങ്ങൾ എന്ത് ചെയ്യണം? നോക്കി വെക്കണം. പിന്നെ അതുപോലെ തന്നെ പ്രൈമറി ഹെൽത്ത് സെന്റർ, PHC സ്റ്റാൻഡ്സ് ഫോർ, അതൊക്കെ ചോദിക്കാം. അതായത് PHCയുടെ ഫുൾ ഫോം ചോദിക്കാം. അതുപോലെ CHCയുടെ ഫുൾ ഫോം ചോദിക്കാം. എത്ര ആളുകളെയാണ് PHC ട്രീറ്റ് ചെയ്യുന്നത്, എത്ര ആളുകളെയാണ് CHCയിൽ ട്രീറ്റ് ചെയ്യുന്നത്, എത്ര ബെഡുകളാണ് CHCയിൽ അവൈലബിൾ ആയിട്ടുള്ളത്, എത്ര ബെഡുകളാണ് PHCയിൽ അവൈലബിൾ ആയിട്ടുള്ളത്, അതൊക്കെ ചോദിക്കാം കേട്ടോ. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് പോവാ. ആ നമ്പേഴ്സ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് പോവാ കേട്ടോ. പിന്നെ ഫുൾ ഫോം ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് പോവാ. പിന്നെ ഹോസ്പിറ്റൽ ഫംഗ്ഷനില് ഇൻട്രാമ്യൂറലും ഉണ്ട്, എക്സ്ട്രാമ്യൂറലും ഉണ്ട്. അതൊന്ന് പഠിച്ചു വെക്കണം. ഇൻട്രാമ്യൂറൽ എന്ന് പറഞ്ഞാല് സർവീസ് വിത്തിൻ ദ വാൾ ഓഫ് ഹോസ്പിറ്റൽ ആണ്. എക്സ്ട്രാമ്യൂറൽ എന്ന് പറഞ്ഞാല് സർവീസ് ഔട്ട്സൈഡ് ദ വാൾ ഓഫ് ഹോസ്പിറ്റൽ ആണ്. അതൊന്ന് നോക്കി വെക്കണം കേട്ടോ. പിന്നെ ഇൻട്രാമ്യൂറൽ ഫംഗ്ഷനിൽ വരുന്നത് റീസ്റ്റോറേറ്റീവ് വരുന്നുണ്ട്, പ്രിവെന്റീവ് വരുന്നുണ്ട്, എഡ്യൂക്കേഷൻ വരുന്നുണ്ട്, റിസർച്ച് വരുന്നുണ്ട്. അതൊക്കെ ഹെഡിങ്ങുകളൊക്കെ ഒന്ന് നോക്കി വെക്കുക. ഓക്കെ, പിന്നെ എക്സ്ട്രാമ്യൂറൽ ഫംഗ്ഷനും നോക്കി വെക്കുക. മനസ്സിലായോ? ചാപ്റ്റർ 3 ഓക്കെ ആണ്. ഇനി നമുക്ക് ചാപ്റ്റർ 4 പോവാം. അപ്പൊ നിങ്ങൾ വിചാരിക്കും മിസ് എല്ലാം പറയുന്നുണ്ടല്ലോ, പഠിച്ച കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ. നമുക്ക് മെയിൻ ആയിട്ട് വരുന്ന കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറയുന്നത്. ഇന്ന ഏരിയകളിൽ ചോദിക്കും, അങ്ങനെ നമുക്ക് സ്പെസിഫൈ ചെയ്ത് പറയാൻ പറ്റില്ല. എന്നാലും നിങ്ങൾ നോക്കി വെക്കേണ്ട കാര്യങ്ങളൊക്കെയാണ് ഇപ്പൊ പറഞ്ഞു തന്നത് കേട്ടോ. ഇനി ക്ലാസിഫിക്കേഷൻ ഓഫ് ഹോസ്പിറ്റലില് സൈസ്, അതിനകത്ത് ഫസ്റ്റ് തന്നെ സൈസ് കൊടുത്തിട്ടുണ്ട് അല്ലെ, ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിരിക്കുന്നത് നോക്കിയേ. സൈസ് ഓഫ് എ ഹോസ്പിറ്റൽ ഇസ് ജനറലി മെഷേർഡ് ബൈ ദ നമ്പർ ഓഫ് ഇൻപേഷ്യന്റ് ബെഡ്സ്. അണ്ടർലൈൻ ചെയ്യുക കേട്ടോ. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു ഹോസ്പിറ്റലിന്റെ സൈസ് അഥവാ വലിപ്പം നിർണ്ണയിക്കുന്നത്? എന്തിന്റെ അടിസ്ഥാനത്തിലാ? ഇൻപേഷ്യന്റ് ബെഡ്സിന്റെ, അവിടെയുള്ള കിടക്കകളുടെ അടിസ്ഥാനത്തിൽ കേട്ടോ. ആ ഒരു ക്വസ്റ്റ്യൻ ചിലപ്പോ വരാം. പിന്നെ സ്മോൾ ഹോസ്പിറ്റലില് 30 or less ബെഡ്സ് ആണ് അല്ലെ. അപ്പൊ അതിന്റെ എണ്ണം ചിലപ്പോ ചോദിക്കാം കേട്ടോ. ഈ എണ്ണം ഉണ്ടല്ലോ, അത് ചിലപ്പോ ചോദിക്കാം.
Okay, so 30 or less beds. സ്ക്രീനിൽ കാണാൻ പറ്റുന്നുണ്ടോ? ഞാൻ ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കാണാൻ പറ്റുന്നുണ്ടോ? 30 or less. Okay. പിന്നെ അതുപോലെ തന്നെ നെക്സ്റ്റ്, മെജോറിറ്റി ഓഫ് ദ ഹോസ്പിറ്റൽ ഇൻ ഇന്ത്യ ആർ സ്മോൾ ഹോസ്പിറ്റൽ. അപ്പോ ഏത് ഹോസ്പിറ്റലാണ് ഇന്ത്യയിൽ കൂടുതലായിട്ടുള്ളത് എന്നുള്ള രീതിയിൽ ചോദിക്കാം. സ്മോൾ ആണോ, ലാർജ് ആണോ, മിഡ് സൈസഡ് ആണോ, അങ്ങനെ ചോദിക്കാം. ഓക്കെ, അതൊക്കെ ഒന്ന് നോക്കി വെക്കണം. അതൊക്കെ വായിക്കണം കേട്ടോ. പാരഗ്രാഫ് ഒക്കെ നിങ്ങൾ നന്നായിട്ട് വായിക്കണം. ഞാൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത്. പിന്നെ അതുപോലെ തന്നെ മിഡ് സൈസ്ഡ് ഹോസ്പിറ്റലില് ടിപ്പിക്കലി ഹാവിംഗ് 30 to 100 ബെഡ്സ്. ബെഡിന്റെ എണ്ണം ചോദിക്കാം. അതുപോലെ തന്നെ ഓൾസോ വെരി പോപ്പുലർ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പോപ്പുലർ ആയിട്ടുള്ള ഹോസ്പിറ്റൽ ഏതാണെന്ന് ചോദിക്കാം. ഓക്കെ. പിന്നെ ലാർജ് ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ മോർ ദാൻ 100 ബെഡ്സ് ആണ് കേട്ടോ. അത് ചോദിക്കാം. പിന്നെ അതുപോലെ തന്നെ അവിടെയുള്ള സൗകര്യങ്ങള് ടിപ്പിക്കലി ഹാവ് കംപ്ലീറ്റ്ലി ഡെവലപ്ഡ് ICU, ഓപ്പറേഷൻ തിയേറ്റർ കോംപ്ലക്സ്, അതൊക്കെ ചോദിക്കാം. പിന്നെ നിങ്ങൾ പ്രൈമറി കെയർ നോക്കണം, സെക്കൻഡറി കെയർ നോക്കണം, ടെർഷ്യറി കെയർ നോക്കണം. ഓക്കെ. പിന്നെ നെക്സ്റ്റ് വരുന്നത് ഈ ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റീസ് ഒക്കെ ഒന്ന് വായിക്കണം കേട്ടോ. അതെന്തായാലും നോക്കി വെക്കേണ്ടതാണ്. പിന്നെ ഓണർഷിപ്പിന്റെ ബേസില് പബ്ലിക് ഹോസ്പിറ്റലിൽ നിന്നും പ്രൈവറ്റ് ഹോസ്പിറ്റൽ എന്ന് തിരിച്ചിട്ടുണ്ട്. അതില് പബ്ലിക് ഹോസ്പിറ്റലിന് ഉദാഹരണം, അതായത് സെൻട്രൽ ഗവൺമെന്റ് ഹോസ്പിറ്റല്, സ്റ്റേറ്റ് ഗവൺമെന്റ് ഹോസ്പിറ്റല്, മുനിസിപ്പൽ ഹോസ്പിറ്റല്, PSU ഹോസ്പിറ്റലൊക്കെ പബ്ലിക് ഹോസ്പിറ്റലിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നതാണ്. അതിൽ തന്നെ സെൻട്രൽ ഗവൺമെന്റ് ഹോസ്പിറ്റലിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നതുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കണം. ഏതൊക്കെയാ? എയിംസ് വരുന്നുണ്ട്, PGI വരുന്നുണ്ട്, അല്ലെ? അപ്പോ ഇതിന്റെ ഫുൾ ഫോം നോക്കി വെക്കണം കേട്ടോ. എയിംസും PGIയും അതിന്റെ രണ്ടിന്റെയും ഫുൾ ഫോം നോക്കി വെക്കേണ്ടതുണ്ട്. പിന്നെ അതുപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെന്റ് ഹോസ്പിറ്റലിന് ഉദാഹരണം ചോദിക്കാം. അത് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലാണ്. ഓക്കെ, അപ്പൊ അതിന്റെ എക്സാമ്പിൾ നോക്കി വെക്കുക മെയിൻ ആയിട്ട്. പിന്നെ മുനിസിപ്പൽ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാല് ആരുടെ അണ്ടറിൽ വരുന്നതാണ്? അതായത് ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷന്റെ അണ്ടറിൽ വരുന്നതാണ് മുനിസിപ്പൽ ഹോസ്പിറ്റൽസ്. പിന്നെ PSUയുടെ ഫുൾ ഫോം ചോദിക്കാം. PSU പബ്ലിക് സെക്ടർ യൂണിറ്റ്, റെയിൽവേ, കോൾ ഇന്ത്യ ഒക്കെ അതിനിതായിട്ട് വരുന്നതാണ് കേട്ടോ. ഓക്കെ, അതായത് റെയിൽവേ ഹോസ്പിറ്റല്, കോൾ ഇന്ത്യ, അങ്ങനെയുള്ള ഹോസ്പിറ്റൽസ് ഒക്കെ. അപ്പൊ അത് PSU ആണ്. അപ്പൊ പബ്ലിക് സെക്ടർ യൂണിറ്റ് ഫുൾ ഫോം ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. PSU സ്റ്റാൻഡ്സ് ഫോർ ചോദിക്കും. പിന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റൽസില് ഫോർ പ്രോഫിറ്റ് ഹോസ്പിറ്റൽസ് ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ് പർപ്പസ് ആണ്. അതിന്റെ ഉദ്ദേശം ചോദിക്കാം. പ്രോഫിറ്റ് പ്രൈവറ്റ് ഹോസ്പിറ്റൽസിന്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിക്കാം. അത് ബിസിനസ് പർപ്പസിന് വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ കോർപ്പറേറ്റ് ഹോസ്പിറ്റൽ ചോദിക്കാം. ഒരു പ്രൈവറ്റ് കമ്പനി ഓണർ ആയിട്ടുള്ള ഹോസ്പിറ്റൽ ഏതാണെന്ന് ചോദിച്ചാൽ അതിന് ആൻസർ വരുന്നത് കോർപ്പറേറ്റ് ഹോസ്പിറ്റലാണ്. ഓക്കെ. പിന്നെ നോട്ട് ഫോർ പ്രോഫിറ്റ് ഹോസ്പിറ്റൽ നോക്കി വെക്കേണ്ടതുണ്ട് കേട്ടോ. പിന്നെ ലെങ്ത് ഓഫ് സ്റ്റേ ഇമ്പോർട്ടന്റ് ആണ്. ഷോർട്ട് സ്റ്റേ ഹോസ്പിറ്റലും ഉണ്ട്, ലോങ് സ്റ്റേ ഹോസ്പിറ്റലും ഉണ്ട്. ഇതിനകത്ത് ഷോർട്ട് സ്റ്റേ ഹോസ്പിറ്റലിന്റെ നമ്പർ, അതായത് 1 or 2 days up to 20 days, ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഓക്കെ. പിന്നെ ലോങ് സ്റ്റേ ഹോസ്പിറ്റൽ ആണ്. അതിന്റെ എക്സാമ്പിൾ ആണ് ഇമ്പോർട്ടന്റ്. എക്സാമ്പിൾ ഏതൊക്കെയാണ്? ലോങ് സ്റ്റേ ഹോസ്പിറ്റലിന് മെന്റൽ ഹോസ്പിറ്റൽ, റിഹാബിലിറ്റേഷൻ സെന്റർ, ജെറിയാട്രിക് കെയർ സെന്റർ, പാലിയേറ്റീവ് കെയർ യൂണിറ്റ്സ്, അല്ലെ? അങ്ങനെ എക്സാമ്പിൾ ചോദിക്കാം. മനസ്സിലായോ?
ക്ലിയർ അല്ലേ? രണ്ട് ചാപ്റ്ററും ഓക്കെ ആണോ? PSU എന്ന് പറയുന്നത് PSU ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് പബ്ലിക് സെക്ടർ യൂണിറ്റ് ആണ് കേട്ടോ. അതെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ലാസ്റ്റ് ചോദിച്ചാൽ മതി. ഓക്കെ, എക്സാമിനോടനുബന്ധിച്ച് ചോദിച്ചാൽ മതി. ഇപ്പൊ ഇമ്പോർട്ടന്റ് ഏരിയ മാത്രമാണ് പറഞ്ഞിരുന്നത് കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് ചാപ്റ്റർ 6 ആണ് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഇൻട്രൊഡക്ഷൻ വെരി വെരി ഇമ്പോർട്ടന്റ് കേട്ടോ. OPD മീൻസ് അത് തുടങ്ങി ആ ഇൻട്രൊഡക്ഷൻ അവസാനിക്കുന്നത് വരെയുള്ള കാര്യങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. പിന്നെ അതുപോലെ തന്നെ എന്താണ് ഡയഗ്നോസിസ് എന്നൊന്ന് നോട്ട് ചെയ്യുക. ഒബ്സർവേഷൻ എന്താണ്, കൺസൾട്ടേഷൻ, ട്രീറ്റ്മെന്റ്, ഇന്റർവെൻഷൻ, റിഹാബിലിറ്റേഷൻ. അതുപോലെ തന്നെ ഒബ്ജക്റ്റീവ്സ് ഓഫ് OPD ഇമ്പോർട്ടന്റ് ആണ്. ഒബ്ജക്റ്റീവ്സ് ഓഫ് OPD ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ അടുത്തത് വരുന്നത് ലൊക്കേഷൻ ഓഫ് OPD ആണ് കേട്ടോ. ഗ്രൗണ്ട് ഫ്ലോർ എവിടെയാണ് ലൊക്കേഷൻ വരേണ്ടത് OPD-യുടെ? ഓൺ ഏത് ഫ്ലോറിലാ? ഏത് ഫ്ലോർ ആണ്? ഗ്രൗണ്ട് ഫ്ലോർ കേട്ടോ. ഗ്രൗണ്ട് ഫ്ലോർ ആണ്, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ അതുപോലെ തന്നെ ഒരു ടേം ഉണ്ട് യൂണി ഡിറക്ഷണൽ ഫ്ലോ. അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. യൂണി ഡിറക്ഷണൽ ഫ്ലോ. ഓക്കെ, പിന്നെ ഏരിയ ഓഫ് OPD-യില് പേഷ്യന്റ് ഏരിയ, അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ, ക്ലിനിക്കൽ ഏരിയ, അങ്ങനെ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ അണ്ടറിൽ വരുന്ന ഏതൊക്കെ കാര്യങ്ങളാണെന്ന് നോക്കി വെക്കണം. പേഷ്യന്റ് ഏരിയയിൽ എന്തൊക്കെ വരുന്നുണ്ട്, അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയയിൽ എന്തൊക്കെ വരുന്നുണ്ട്, ക്ലിനിക്കൽ ഏരിയയിൽ എന്തൊക്കെ വരുന്നുണ്ട് എന്ന് നോക്കി വെക്കേണ്ടതുണ്ട് കേട്ടോ. ഓക്കെ, പിന്നെ എക്യുപ്മെന്റ് ഇമ്പോർട്ടന്റ് ആണ്. ഡയഗ്നോസ്റ്റിക് എക്യുപ്മെന്റ്, തെറാപ്യൂട്ടിക്, മോണിറ്ററിംഗ് ഇൻസ്ട്രുമെന്റ്സ്, അതൊക്കെ ഒന്ന് നോക്കി വെക്കുക. പിന്നെ ടൈപ്സ് ഓഫ് OPD അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ടൈപ്സ് ഓഫ് OPD, സെൻട്രലൈസ്ഡ് ഔട്ട് പേഷ്യന്റ് സർവീസസ് ഉണ്ട്, ഡീസെൻട്രലൈസ്ഡ് ഔട്ട് പേഷ്യന്റ് സർവീസസ് ഉണ്ട്. അത് രണ്ടും നോക്കി വെക്കണം. പിന്നെ ബേസ്ഡ് ഓൺ ടൈപ്പ് ഓഫ് പേഷ്യന്റ്, എന്താണ് ജനറൽ ഔട്ട് പേഷ്യന്റ്, എന്താണ് എമർജൻസി ഔട്ട് പേഷ്യന്റ്, എന്താണ് റെഫേർഡ് ഔട്ട് പേഷ്യന്റ്, അതും നോക്കണം. അതുപോലെ തന്നെ ഓർഗനൈസേഷണൽ കമ്പോണൻസ് ഓഫ് OPD, മെഡിക്കൽ സ്റ്റാഫ്, നഴ്സിംഗ് സ്റ്റാഫ്, സബ്സർവിയന്റ് സ്റ്റാഫ്, ക്ലറിക്കൽ സ്റ്റാഫ്. പിന്നെ പ്രോബ്ലംസ് ഒക്കെ ഒന്ന് ഓടിച്ച് വായിച്ചു നോക്കുക എന്തൊക്കെയാണ്. ചിലപ്പോൾ അതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാം. എന്തൊക്കെയാണ് ജനറൽ പ്രോബ്ലമിൽ പെടുന്നത്, എന്തൊക്കെയാണ് സ്പെസിഫിക് പ്രോബ്ലമിൽ വരുന്നത്, അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നോക്കി വെക്കണം കേട്ടോ. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ക്ലിനിക്കൽ റെക്കോർഡ്സ് കെപ്റ്റ് ഇൻ ആൻ OPD. അതുപോലെ എവറി ഹോസ്പിറ്റൽ മസ്റ്റ് മെയിൻറ്റെയിൻ 3 years ഫ്രം ദ ഡേറ്റ് ഓഫ് കമൻസ്മെന്റ് ഓഫ് ദ ട്രീറ്റ്മെന്റ്. ആ ഒരു പീരീഡ് 3 years കേട്ടോ, അത് നോക്കി വെക്കേണ്ടതുണ്ട്. ഓക്കെ, പിന്നെ ഗസ്റ്റ് റിലേഷൻ ഓഫീസറിന്റെ പേരുകൾ നോക്കി വെക്കുക. ഗസ്റ്റ് റിലേഷൻ ഓഫീസർ, ഓൾസോ നോൺ ആസ് ഗസ്റ്റ് റിലേഷൻ കോർഡിനേറ്റർ ഓർ ഗസ്റ്റ് റിലേഷൻ സ്പെഷ്യലിസ്റ്റ്. ഓക്കെ ആണോ? ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് കേട്ടോ. അപ്പൊ അതൊക്കെ നോക്കി വെക്കുക.
Then chapter 9 ആണ് ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് കേട്ടോ. ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റില് ആ ഫസ്റ്റ് പാരാഗ്രാഫ്, അതായത് 3 പോയിന്റുകൾ കൊടുത്തിട്ടുണ്ട്. 3 പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റില് ഇൻട്രൊഡക്ഷൻ കൊടുത്തിരിക്കുന്ന 3 പോയിന്റും ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ വാട്ട് ഈസ് അഡ്മിഷൻ അതും ചോദിക്കാം കേട്ടോ. എന്താണ് അഡ്മിഷന്റെ ഇത്, എന്താണ് അഡ്മിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിക്കാം. ഓക്കെ. Then types of admission എമർജൻസി അഡ്മിഷൻ ഉണ്ട്, റൂട്ടീൻ അഡ്മിഷൻ ഉണ്ട്. അത് രണ്ടും എന്താണെന്ന് നോക്കി വെക്കണം. അതുകൂടാതെ അതിന്റെ എക്സാമ്പിൾ, എമർജൻസി അഡ്മിഷന്റെ എക്സാമ്പിൾ എന്താണെന്ന് നോക്കി വെക്കുക. അതുപോലെ തന്നെ റൂട്ടീൻ അഡ്മിഷന്റെ എക്സാമ്പിൾ എന്തൊക്കെയാണെന്ന് നോക്കി വെക്കുക. Then responsibilities of the admission department, അത് നോക്കി വെക്കേണ്ടതുണ്ട് കേട്ടോ. Then next, transporting to the client from OPD to IPD. 3 വിധത്തിലാണ് എന്ത് ചെയ്യുന്നത്, ഒരു പേഷ്യന്റിനെ OPD യിൽ നിന്ന് IPD-യിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത്. അപ്പൊ അതൊക്കെ ഏതൊക്കെയാണെന്ന് നോക്കി വെക്കണം. പിന്നെ അതുപോലെ തന്നെ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ദ നഴ്സ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ദ നഴ്സ്. ഓക്കെ. പിന്നെ ചാർട്ടിങ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ചാർട്ടിങ്ങും പ്രിലിമിനറി ഒബ്സർവേഷനും ഇമ്പോർട്ടന്റ് ആണ്. അതൊന്ന് നോക്കി വെക്കുക. പ്രിലിമിനറി ഒബ്സർവേഷൻ ആൻഡ് ചാർട്ടിങ്. ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് നോക്കാനുള്ളത്. പക്ഷെ ഇതാണ് ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞ് ബാക്കിയുള്ള ഭാഗങ്ങൾ നോക്കാതിരിക്കരുത്. നല്ലോണം വായിച്ചു വിടണം കേട്ടോ. ഓക്കെ, ക്ലിയർ ആണല്ലോ? ചാപ്റ്റർ 2 ആണ് എടുക്കാൻ പോകുന്നത്. നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ, മൊഡ്യൂൾ 2, ചാപ്റ്റർ 2. ടെക്സ്റ്റ് ബുക്കിൽ പേജ് എടുത്ത് വെക്കുക കേട്ടോ. എല്ലാവരും കണ്ടോ? ആദ്യം നിങ്ങളത് ഫസ്റ്റ് പേജ് ഒന്ന് റീഡ് ചെയ്യുക. കണ്ടില്ലേ? ഒന്ന് പേജ് നമ്പർ ഷെയർ ചെയ്യാമോ ആരെങ്കിലും? പേജ് നമ്പർ പേജ് നമ്പർ 11. ഫസ്റ്റ് പേജ് റീഡ് ചെയ്യുക, എന്നിട്ട് തമ്പ് ചെയ്യുക കേട്ടോ.
ഓക്കെ, കഴിഞ്ഞു. എല്ലാവരുടെയും കഴിഞ്ഞു. ഓക്കെ, നമുക്ക് നോക്കാം അല്ലേ. അപ്പൊ നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ ആണ് കേട്ടോ ചാപ്റ്ററിന്റെ പേര്. അപ്പൊ നിങ്ങൾക്ക് പേരിൽ തന്നെ അറിയാൻ പറ്റും, നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ. നഴ്സുമാരുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങള്, പിന്നെ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനായിട്ടുള്ളത്. അപ്പൊ ഞാൻ ആദ്യം അതിന്റെ ഇൻട്രൊഡക്ഷൻ ഒന്ന് വായിക്കാം. നഴ്സിംഗ് is a profession that offers services which benefit the health and the well-being of people. Nursing administration is a leadership position in a specific healthcare environment. The definition of administration refers to the collection of people who are in charge of making and applying laws and norms, or those in leadership positions who come for important tasks such as staffing process. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അല്ലെ, നഴ്സിംഗ് എന്ന് പറയുന്നത് എന്താ ഉദ്ദേശിക്കുന്നത്? നഴ്സിംഗ് എന്താ, ആ ഒരു വേർഡിന്റെ മീനിങ് എന്താ? നഴ്സിംഗ് ഒന്ന് കമന്റ് ചെയ്യാമോ? എന്താണ് നഴ്സിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ് അവരുടെ ജോലി? അത് തന്നെയാണ് ആദ്യം അവിടെ കൊടുത്തിരിക്കുന്നത് അല്ലെ. നഴ്സിംഗ് is a profession that offers services which benefit the health and the well-being of people. നഴ്സിംഗ് എന്നത് ആളുകളുടെ ആരോഗ്യം അല്ലെ, അതായത് മനുഷ്യരുടെ അല്ലെങ്കിൽ രോഗികളുടെ അല്ലെങ്കിൽ ആളുകളുടെ, അങ്ങനെ നമുക്ക് ഏത് വിധത്തിലും പറയാം, അവരുടെ ആരോഗ്യം അഥവാ ഹെൽത്ത്, അതുപോലെ തന്നെ ക്ഷേമം വെൽഫെയർ എന്നിവ മെച്ചപ്പെടുത്തുന്ന ഒരു പ്രൊഫഷനാണ്. അപ്പൊ നഴ്സിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ആളുകളുടെ ആരോഗ്യവും അതുപോലെ തന്നെ ക്ഷേമവും ഇംപ്രൂവ് ചെയ്യുന്ന അല്ലെങ്കിൽ മെച്ചപ്പെടുത്തുന്ന ഒരു പ്രൊഫഷനെയാണ് നഴ്സിംഗ് എന്ന് പറയുന്നത് അല്ലെ. നമ്മളൊരു രോഗിയായിട്ട് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നമ്മുടെ ആരോഗ്യം അല്ലെങ്കിൽ നമ്മുടെ വെൽഫെയർ അതിനനുസരിച്ച് വർക്ക് ചെയ്യുന്ന ഒരു ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഒരു വ്യക്തിയാണ് ആര്? നേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ഡെഫിനിഷൻ അവർക്ക് സ്യൂട്ട് ആവില്ലേ? കറക്റ്റ് അല്ലേ ഒരു ഡെഫിനിഷൻ എന്ന് പറഞ്ഞാല്? അപ്പൊ ഡെഫിനിഷൻ, അതായത് നഴ്സിംഗ് എന്ന് പറയുന്നത് ഒരു പ്രൊഫഷനാണ്, അത് ആളുകളുടെ ആരോഗ്യവും ക്ഷേമവും മെച്ചപ്പെടുത്തുന്ന ഒരു ജോലി കൂടിയാണ്. ഓക്കെ, ദെൻ അടുത്തത് പറയുന്നുണ്ട്, nursing administration is a leadership position in a specific healthcare environment. Nursing administration എന്നത് ആരോഗ്യ സംരക്ഷണ രംഗത്തെ ലീഡർഷിപ്പ് പൊസിഷൻ ആണ്. ഈ നഴ്സുമാർക്ക് ഒരു വാല്യൂ ഇല്ലേ? ഇല്ലേ? അതെ, ഭൂമിയിലെ മാലാഖമാരെന്നൊക്കെ പറയുമല്ലോ അവരെ, അങ്ങനെ വിളിക്കാറില്ലേ? കേട്ടിട്ടില്ലേ? അപ്പൊ ഇവർക്ക് എന്തുണ്ട്? ഒരു വാല്യൂ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു ലീഡർഷിപ്പ് പൊസിഷൻ ആണ്. അതായത് ഉയർന്ന ഒരു തരം അല്ലെങ്കിൽ വളരെ വാല്യുബിൾ ആയിട്ടുള്ള, വളരെ മൂല്യമുള്ള ഒരു പ്രൊഫഷൻ കൂടിയാണ് എന്ത്? ഈ നഴ്സിംഗ് എന്ന് പറയുന്നത് അല്ലെ.
നമ്മുടെ നാട്ടിലായാലും വിദേശ രാജ്യങ്ങളിലൊക്കെ പ്രത്യേകിച്ച് നഴ്സുമാർക്ക് വാല്യൂ ഉള്ളതായിട്ട് നമുക്ക് അറിയാലോ. അവരുടെ സാലറി കൂടുതലല്ലേ, അവരെ കിട്ടാനില്ലല്ലോ അധികം. അതുകൊണ്ട് തന്നെ അവർക്ക് ഡിമാൻഡ് കൂടുതലാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ അതെ, അവരെവിടെ വർക്ക് ചെയ്യുന്നോ അവിടെയൊക്കെ അവര് ലീഡർഷിപ്പ് പൊസിഷനിലാണ് വരിക കേട്ടോ. ഓക്കെ, അപ്പോ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഹെൽത്ത് കെയർ എൻവയൺമെന്റ് അല്ലെങ്കിൽ ആരോഗ്യ സംരക്ഷണ മേഖലയില് ഒരു ലീഡർഷിപ്പ് പൊസിഷനിലാണ് ഈ നഴ്സുമാര് ഉള്ളത്. അവർക്ക് ലീഡർഷിപ്പ് പൊസിഷൻ ആണ് ഉള്ളതെന്നാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് ഈ അഡ്മിനിസ്ട്രേഷൻ? നമ്മൾ നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷനിൽ ഇവർക്ക് എന്താ പറയാ ലീഡർഷിപ്പ് സ്ഥാനം ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ, അങ്ങനെ ഒരു പൊസിഷൻ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എന്താണ് ഈ അഡ്മിനിസ്ട്രേഷൻ എന്ന് നമുക്ക് നോക്കാം. എന്താണ് ഈ അഡ്മിനിസ്ട്രേഷൻ? കേട്ടിട്ടുണ്ടോ അഡ്മിനിസ്ട്രേഷൻ? ഹോസ്പിറ്റലിന്റെ അഡ്മിനിസ്ട്രേഷൻ. എല്ലാ ഹോസ്പിറ്റലിലും അഡ്മിനിസ്ട്രേഷൻ വിഭാഗം ഉണ്ടാവില്ലേ? ഇല്ലേ? അഡ്മിനിസ്ട്രേഷൻ വിഭാഗം ഉണ്ടല്ലേ. ഭരണസ്ഥിരാ കേന്ദ്രം അല്ലെ, ഹോസ്പിറ്റലിന്റെ ഭരണം, അതായത് പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ, പ്രവർത്തനങ്ങൾ ഇതൊക്കെ എടുക്കുന്നത് ആരാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. അപ്പൊ എന്താണ് ഈ അഡ്മിനിസ്ട്രേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് നോക്കാം. The definition of administration refers to the collection of people who are in charge of making and applying laws and norms, or those in leadership positions who come for important tasks such as staffing process. എന്താണ് അഡ്മിനിസ്ട്രേഷൻ? അതായത് മേക്കിംഗ് ലോസ് ആൻഡ് നോംസ്, നിയമങ്ങൾ, നിബന്ധനകൾ എന്നിവ രൂപപ്പെടുത്തുന്നു. അതിനെയാണ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു സ്ഥാപനം പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിയമങ്ങള് ക്രിയേറ്റ് ചെയ്യുക അഥവാ രൂപപ്പെടുത്തുക, നിബന്ധനകള്, കുറേയധികം റെഗുലേഷൻസ് ക്രിയേറ്റ് ചെയ്യുക, ഇതിനെയാണ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത് രൂപപ്പെടുത്തിയാൽ മാത്രം പോരാ അല്ലെ. നമ്മൾ താമസിക്കുന്ന അല്ലെ, നമ്മളിപ്പോ കേരളത്തിലാണ് താമസിക്കുന്നത്. നമ്മൾ ചില നിയമങ്ങൾക്കും നിയന്ത്രണങ്ങൾക്കും വിധേയമായിട്ടല്ലേ നമ്മൾ ജീവിച്ചു പോരുന്നേ. നമ്മളെ കൺട്രോൾ ചെയ്യുന്നത് ആരാ? നമ്മുടെ കേരളത്തില് നമ്മളെ എങ്ങനെയായിരിക്കണം ഒരു പൗരനായിരിക്കേണ്ടത്, അതായത് ഒരു പൗരന്റെ കർത്തവ്യങ്ങൾ എന്തൊക്കെയാണ്, നിയമങ്ങൾ എന്തൊക്കെ പാലിക്കണം, റോഡിലൂടെ പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം. നമ്മള് ലോസ് ആൻഡ് റെഗുലേഷൻസിന്റെ അണ്ടറിലല്ലേ നമ്മൾ നിൽക്കുന്നത്. ഗവൺമെന്റ് അല്ലേ. അപ്പൊ ഗവൺമെന്റ് എന്ന് പറയുന്നത് ഒരു ഭരണസ്ഥിരാ കേന്ദ്രമാണ് അല്ലെ. അതായത് അവര് കുറച്ച് നിയമങ്ങൾ നിർമ്മിക്കുന്നു, ചില നടപടിക്രമങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നു. അതായത് നിയമങ്ങളും ലോസ് ആൻഡ് റെഗുലേഷൻസ് ക്രിയേറ്റ് ചെയ്യുക മാത്രമല്ല അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗം ചെയ്യുന്നത് അല്ലെ, മറിച്ച് ഇത് കൂടി ചെയ്യുന്നുണ്ട്. അത് അപ്ലൈ ചെയ്യുന്നുണ്ട്, നടപ്പിലാക്കുക കൂടി ചെയ്യുന്നു അല്ലെ. നമ്മള് ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലെ, ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി ഇല്ലേ, പഠിച്ചിട്ടില്ലേ? 3 വിഭാഗം പഠിച്ചിട്ടില്ലേ? നിയമം ഉണ്ടാക്കുന്നത് ലെജിസ്ലേച്ചർ ആണ്, അത് നടപ്പിലാക്കുന്നത് എക്സിക്യൂട്ടീവ് ആണ്, പിന്നെ അന്തിമ വിധി ജുഡീഷ്യറിയുടേതാണ്. അങ്ങനെ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ ഈ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് എന്താണ്? നിയമങ്ങൾ രൂപപ്പെടുത്തുന്നു, അത് നടപ്പിലാക്കുക കൂടി ചെയ്യുന്നു. ഓക്കെ, അപ്പോ മേക്കിംഗ് ലോസ് ആൻഡ് നോംസ് ആൻഡ് അപ്ലൈയിങ് ലോസ് ആൻഡ് നോംസ്, നടപ്പിലാക്കുന്നു, ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പൊ ഇതൊക്കെ എന്താണ്? അഡ്മിനിസ്ട്രേഷൻ വിഭാഗമാണ് ചെയ്യുന്നത്. അപ്പൊ ഇത്തരത്തില് ഒരു ഹോസ്പിറ്റലിലെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന ആളുകളുടെ കൂട്ടമാണെന്ത് ഈ ഒരു അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ അഡ്മിനിസ്ട്രേഷൻ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്താണ്? ഒരു പറ്റം ആളുകളുണ്ട്, അവരെയാണ് നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ്സ് എന്ന് വിളിക്കുക ഹോസ്പിറ്റലുകളിലൊക്കെ. അപ്പൊ ഈ നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ നഴ്സുമാരുടെ ഇടയിലും ഇത്തരത്തില് നിയമങ്ങള് രൂപപ്പെടുത്തുന്നതിനും അല്ലെങ്കിൽ അത് നടപ്പിലാക്കുന്നതിനും ഉള്ള വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്. ഓക്കെ, അപ്പൊ നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ പറഞ്ഞപ്പോൾ എന്താണ് അഡ്മിനിസ്ട്രേഷൻ എന്നത് ഇവിടെ അതിന് ഇതായിട്ട് ഫോളോ അപ്പ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നിയമങ്ങൾ രൂപപ്പെടുത്തുന്നു, അത് നടപ്പിലാക്കുന്നു. ഇത്തരത്തിലുള്ള ഒരു ആളുകളുടെ കൂട്ടമാണിത്. ഓക്കെ, അപ്പൊ ഈ കൂട്ടം എന്ന് പറഞ്ഞല്ലോ ഞാൻ, കുറേയധികം ആളുകളുണ്ട്. എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഒന്ന് സ്റ്റാഫിംഗ് ആണ്, 2 ടാസ്ക് ഇവര് ചെയ്യുന്നുണ്ട്. ഒന്ന് സ്റ്റാഫിങ്ങും മറ്റൊന്ന് സ്റ്റാഫിംഗ് പ്രോസസ്സും ആണ്. അപ്പൊ ആദ്യം എന്താണ് സ്റ്റാഫിംഗ് എന്ന് നമുക്ക് നോക്കാം.
Staffing means the continuous process of searching, choosing, analyzing, and creating working relationship with the present or future employees. അപ്പൊ ഇത് അഡ്മിനിസ്ട്രേഷന്റെ ബാക്കിയായിട്ടാണ് വരുന്നത്. അവര് നടത്തുന്ന 2 ടാസ്കുകളാണ് എന്ത്? സ്റ്റാഫിങ്ങും സ്റ്റാഫിംഗ് പ്രോസസ്സും. ഓക്കെ, അപ്പൊ ആദ്യത്തേതാണ് സ്റ്റാഫിംഗ്. സ്റ്റാഫിംഗ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ഇത് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് തുടർച്ചയായിട്ടുള്ള ഒരു പ്രക്രിയയാണ് നമ്മള് സ്റ്റാഫിംഗ് എന്ന് പറയുക. ഈ സ്റ്റാഫിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശരിയായ ജോലിക്ക് ശരിയായ ആളുകളെ കണ്ടെത്തുകയും നിയമിക്കുകയും ചെയ്യുന്നതാണ് ഇത് സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗത്തിന്റെ അണ്ടറിലാണ് എന്ത് നടക്കുക? സ്റ്റാഫിംഗ് നടക്കുക. അപ്പൊ നിങ്ങളൊരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്യണം, നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ അവിടെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗം ഉണ്ടാകും. അവരുടെ മുമ്പിലാണ് നിങ്ങൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുക. അവരാണ് എന്ത് ചെയ്യുന്നത്? നിങ്ങളെ നിയമിക്കുന്നത്. ശരിയാണോ ഞാൻ പറഞ്ഞത്? അവരല്ലേ നിയമിക്കുന്നത്? യെസ്. അപ്പോ സ്റ്റാഫിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവരുടെ ജോലി എന്താ? ഈ അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗത്തിന്റെ ജോലി എന്താ ശരിക്കും? അതായത് ശരിയായ ജോലിക്ക്, അതായത് ആപ്റ്റ് ആയിട്ടുള്ള പേഴ്സണെ ശരിയായ പൊസിഷനിൽ പ്രതിഷ്ഠിക്കുക എന്നുള്ളതാണ് ഈ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗത്തിന്റെ ജോലി. അപ്പൊ ആ ജോലിയെ പറയുന്നതാണ് എന്ത്? സ്റ്റാഫ്. ഓക്കെ, അപ്പൊ ആളുകളെ തുടർച്ചയായിട്ട് ജോലിക്ക് എടുക്കുന്ന, അല്ലെങ്കിൽ അതൊരു കണ്ടിന്യൂസ് പ്രോസസ് ആണെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ശരിയായ ആളെ ശരിയായ സ്ഥലത്ത് നിയമിക്കുകയും ചെയ്യുന്നതാണ് സ്റ്റാഫിംഗ്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഇനി എന്താണ് സ്റ്റാഫിംഗ് പ്രോസസ് എന്ന് നമുക്ക് നോക്കാം. Staffing process involves manpower planning to have the right person in the right position. That means staffing process consists of identifying the type and amount of nursing care needed by the patient and selecting and appointing personnel from the obtainable applicants. ഇനി സ്റ്റാഫിംഗ് പ്രോസസ് നോക്കാം. അതായത് സ്റ്റാഫിംഗ് പ്രോസസ് എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള മാൻ പവർ പ്ലാനിങ് നടത്തുന്നു. അതായത് ഒരു ഹോസ്പിറ്റലുകളിലേക്ക്, അതായത് ഒരു ഹോസ്പിറ്റലിൽ എത്ര ആളുകളെയാണ് വേണ്ടത് അല്ലെ? അവിടെ ഓരോരോ പൊസിഷൻ, അതായത് തസ്തികകൾ ഉണ്ടാവും അല്ലെ? ഓരോരോ പോസ്റ്റുകൾ ഉണ്ടാകും. ആ പോസ്റ്റുകൾക്ക് അനുസരിച്ച് എത്ര ആളുകളെ വേണം, എത്ര ആളുകളെയാണ് റിക്രൂട്ട് ചെയ്യേണ്ടതെന്ന് അവർക്കൊരു പ്ലാനിങ് ഉണ്ടാവും. ഇതിനെയാണ് മാൻ പവർ പ്ലാനിങ് എന്ന് പറയുന്നത്. ഒരു ഹോസ്പിറ്റലിൽ ഇന്റർവ്യൂ വെക്കുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടാവും എത്ര പേരെയാണ് അവരെ അപ്പോയിന്റ് ചെയ്യേണ്ടത്. ചിലപ്പോൾ ലക്ഷക്കണക്കിന് പേര് ഇന്റർവ്യൂവിൽ പങ്കെടുത്തിരിക്കാം, പക്ഷെ വളരെ കുറച്ച് ആളുകളെ മാത്രമായിരിക്കും ചിലപ്പോൾ എന്ത് ചെയ്യുക, തിരഞ്ഞെടുക്കുക. അപ്പൊ കൃത്യമായിട്ട് ഇത്ര പേരും, അതായത് വരുന്ന ആളുകളിൽ നിന്ന് ഏറ്റവും നല്ല ആളെയാണ് ആര് തിരഞ്ഞെടുക്കുക? അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗം തിരഞ്ഞെടുക്കുക അല്ലെ? ഒരു 100 പേര് വന്നു കഴിഞ്ഞാല് ആ 100 പേരില് ആ ജോലിക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള, ആപ്റ്റ് ആയിട്ടുള്ള വ്യക്തി ആരാണോ അവരെയാണ് തിരഞ്ഞെടുക്കുക. അവിടെ കഴിവും മറ്റു കാര്യങ്ങളൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, അവിടെ നോക്കുന്നത്. അപ്പോ ഇവരിത് തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് തന്നെ ഇവർക്കൊരു പ്ലാനിങ് ഉണ്ടാവും. ഇത്ര പേരെയാണ് നിയമിക്കാനായിട്ട് ഉദ്ദേശം. ആ ഒരു പ്ലാൻ ഇവര് നേരത്തെ തന്നെ തയ്യാറാക്കിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ ആദ്യത്തെ സ്റ്റാഫിംഗ് പ്രോസസ്സിലെ ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് ശരിയായ മാൻ പവർ പ്ലാനിങ് നടത്തുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി നമ്മൾ നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷനിലേക്ക് വരുമ്പോൾ, അതായത് നഴ്സുമാരെയൊക്കെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് അവർക്കൊരു മുന്നേ തന്നെ ഒരു പ്ലാൻ ഉണ്ടാവും. അതായത് രോഗിക്ക് ഏത് തരത്തിലുള്ള നഴ്സിംഗ് കെയർ ആണ് ആവശ്യം. ഓക്കെ, അതായത് രോഗിയുടെ രോഗത്തിനനുസരിച്ചിട്ടുള്ള നഴ്സിംഗ് കെയർ കൊടുക്കാനായിട്ട് ആപ്റ്റ് ആണോ ഈ വന്നിരിക്കുന്ന ആളുകൾ, അതിന്റെ അളവ് നോക്കാറുണ്ട്. അതായത് എത്രയാണ് വേണ്ടത്, അതായത് കെയർ എത്ര മാത്രമാണ് കൊടുക്കേണ്ടത്, അതുപോലെ അതിന്റെ തരം എങ്ങനെയാണ്, അതായത് ഏത് ടൈപ്പ് കെയർ ആണ് കൊടുക്കേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇവരെ തിരഞ്ഞെടുക്കുന്നത്. ഓക്കെ, അപ്പോ ഹോസ്പിറ്റലിൽ തന്നെ പലതരത്തിലുള്ള നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ടിട്ട് പല ആളുകൾ ഉണ്ടാവും അവിടെ വർക്ക് ചെയ്യുന്ന. അതായത് ഉയർന്ന ഹയറാർക്കി തുടങ്ങി
താഴ്ത്തട്ടിലുള്ള ആളുകൾ വരെ നഴ്സിംഗ് ആ ഒരു ജോലിയിൽ ഉണ്ടാവും. അപ്പോ എങ്ങനെയാണ് ആളുകളുടെ തരം അനുസരിച്ച് അല്ലെങ്കിൽ പേഷ്യന്റിന്റെ തരം അളവനുസരിച്ചിട്ട് എങ്ങനെയാണ് അവർക്ക് ഈ നഴ്സുമാരിൽ നിന്ന് ഈ കെയർ കൊടുക്കുന്നത്, അതിനനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇവരിത് തെരഞ്ഞെടുക്കുന്നത്. ഓക്കെ, അപ്പോ രോഗിക്ക് ആവശ്യമായ നഴ്സിംഗ് കെയറിന്റെ തരം, അതായത് ടൈപ്പ്, അതുപോലെ തന്നെ അതിന്റെ അളവ്, ഇതൊക്കെ തിരിച്ചറിയുന്നു. ദെൻ ലാസ്റ്റ് വൺ, ലഭ്യമായിട്ടുള്ള, അതായത് എത്ര ആപ്ലിക്കൻസ് ആണോ ഉള്ളത് അവരിൽ നിന്ന് യോഗ്യരായവരെ തിരഞ്ഞെടുക്കുകയും നിയമിക്കുകയും ചെയ്യുന്നു. അപ്പൊ നമ്മൾ ഒരു ഇന്റർവ്യൂവിന് ചെന്ന് കഴിഞ്ഞാൽ നമ്മൾക്ക് ഏറ്റവും ബെസ്റ്റ് കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട്, നമ്മളെയാണ് അവിടെ അപ്പോയിന്റ് ചെയ്യുക. ഓക്കെ, ആ സമയത്തെ പ്രകടനം അല്ലെങ്കിൽ ആ സമയത്തെ പെർഫോമൻസിനാണ് നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാണ്, അവിടെ അപ്ലൈ ചെയ്യാണ്. അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കോൺഫിഡന്റ് ആയിട്ട് നമ്മൾക്ക് ആ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞാൽ നമുക്ക് ആ ജോലി ഉറപ്പാണെന്ന് വിചാരിക്കും. ക്ലിയർ ആണോ സ്റ്റാഫിംഗ് പ്രോസസ്? ഓക്കെ ആണ്. The next one, staffing is a logical operation that consists of many independent action. ഇനി സ്റ്റാഫിംഗിന്റെ പ്രധാനപ്പെട്ട ഘട്ടങ്ങളാണ് പറയുന്നത്. നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്, രണ്ടായിട്ട് ഇവിടെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ. ഫസ്റ്റ് വൺ, recognizing the type and amount of nursing care required by the patient. അതായത് രോഗിക്ക് ആവശ്യമായിട്ടുള്ള നഴ്സിംഗ് പരിചരണത്തിന്റെ ടൈപ്പ് അല്ലെങ്കിൽ അളവ് തിരിച്ചറിയുക. അതായത് എത്രത്തോളം, അതിപ്പോ നഴ്സുമാരെയൊക്കെ തെരഞ്ഞെടുക്കുന്ന സമയത്ത് എത്രമാത്രം അവര് പെർഫോം ചെയ്യണം, അല്ലെങ്കിൽ എത്രത്തോളം ക്വാളിഫൈഡ് ആകണം, ഇനി ഏത് തരത്തിലുള്ള എങ്ങനെയുള്ളവരെയാണ് തെരഞ്ഞെടുക്കുന്നത്, ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പൊ അതാണ് ആദ്യം ഐഡന്റിഫൈ ചെയ്യേണ്ടത് കേട്ടോ. രോഗിക്ക് ആവശ്യമായിട്ടുള്ള നഴ്സിംഗ് കെയർ കൊടുക്കാൻ തയ്യാറായിട്ടുള്ളവരാണോ, അതിന്റെ അളവും അതിന്റെ ടൈപ്പും ഒക്കെ തിരിച്ചറിയുക. രണ്ടാമത്തത്, സെലക്ടിങ് ആൻഡ് അപ്പോയിന്റിങ് എംപ്ലോയീസ് ഫ്രം അവൈലബിൾ ആപ്ലിക്കൻസ്. ലഭ്യമായിട്ടുള്ള അപേക്ഷകരിൽ നിന്ന്, മുകളിൽ പറഞ്ഞ കാര്യം തന്നെയാണ്, ശരിയായിട്ടുള്ള ആളുകളെ തിരഞ്ഞെടുക്കുകയും അവരെ അപ്പോയിന്റ് ചെയ്യുകയും ചെയ്യുക. ഓക്കെ, the next, aim of nursing administration contract on three basic elements. നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ഹൈ ക്വാളിറ്റി ഓഫ് നഴ്സിംഗ് കെയർ സർവീസ്. ഉയർന്ന നിലവാരമുള്ള നഴ്സിംഗ് സേവനം നൽകുക. അതാണ് ആദ്യത്തെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് കേട്ടോ. ഏതൊരു ഹോസ്പിറ്റലാണെങ്കിലും നഴ്സുമാരെന്ന് പറയുന്നത് അവരെന്ത് ചെയ്യണം, അവരുടെ ഏറ്റവും മാക്സിമം കൊടുക്കാനായിട്ട് തയ്യാറായിരിക്കണം അല്ലെ. അപ്പോ ഉയർന്ന നിലവാരമുള്ള നഴ്സിംഗ് കെയർ കൊടുക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, a structured but flexible stimulating environment with job satisfaction as well as chance to develop their knowledge and skill. അപ്പൊ നഴ്സുമാര് നല്ല രീതിയിലുള്ള ക്വാളിറ്റി കൊടുക്കാൻ തയ്യാറായാൽ മാത്രം പോരാ, മറിച്ച് അവർക്ക് ജോലി ചെയ്യാനുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ ഒരു എന്താ പറയാ, ഒരു ജോലി ചെയ്യുന്നതിന് നല്ലൊരു അന്തരീക്ഷം, ഒരു എൻവയൺമെന്റ് സൃഷ്ടിക്കുക എന്നുള്ളത് കൂടി മാനേജ്മെന്റിന്റെ ഡ്യൂട്ടിയാണ്. അപ്പൊ നല്ല രീതിയിൽ നമ്മൾക്ക് ജോലി ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നല്ലൊരു എൻവയൺമെന്റ് വേണം, അല്ലെങ്കിൽ നമ്മൾ അവിടെ ജോലി ചെയ്യില്ല അല്ലെ. നിങ്ങൾ ആരെങ്കിലും ജോലി ചെയ്യോ? ഒരു മോശം എൻവയൺമെന്റ് ആണെങ്കിൽ നമ്മൾ ജോലി ചെയ്യുന്ന ആ ഒരു സ്ഥലത്ത് നമ്മൾക്ക് എപ്പോഴും മോശമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകുന്നു, നമ്മളെ കൊണ്ട് ഓവർലോഡായിട്ട് ജോലി ചെയ്യിപ്പിക്കുന്നു, നമ്മൾ ആ ജോലിയിൽ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല, നമ്മൾ എന്ത് ചെയ്യില്ല, ഒരിക്കലും അവിടെ നിൽക്കില്ല, പഠിച്ചു തോന്നി അല്ലെ. അപ്പൊ മാനേജ്മെന്റിന്റെ ഉത്തരവാദിത്വമാണ് എന്ത് ചെയ്യേണ്ടത്, നഴ്സിംഗ്, അതായത് നഴ്സുമാർക്ക് മാത്രമല്ല കേട്ടോ, ഏതൊരു സ്റ്റാഫിനും വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു എൻവയൺമെന്റ് സൃഷ്ടിക്കുക എന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ് വൺ, പിന്നെ ഈ എൻവയൺമെന്റ്, അതായത് നമുക്ക് നല്ല രീതിയിലൊരു എൻവയൺമെന്റ് നമുക്ക് ഒരുക്കി തരുവാണെങ്കിൽ, നമ്മൾക്ക് സാറ്റിസ്ഫാക്ഷൻ ഉള്ള ഒരു ചുറ്റുപാട്, ജോലി ചെയ്യാനുള്ള ഒരു അന്തരീക്ഷം നമുക്ക് ഒരുക്കി തരുവാണെങ്കിൽ നമ്മളുടെ കഴിവുകളും നമ്മളുടെ അറിവുകളും നമുക്ക് വികസിപ്പിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇപ്പോ ഞാനൊരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുവാണെങ്കിൽ എനിക്ക് എന്റെ
എന്നെ മനസ്സിലാക്കിയിട്ട് എനിക്ക് യോജിച്ച ഒരു എൻവയൺമെന്റ് അവർ ഒരുക്കി തരുവാണെങ്കിൽ തന്നെ, അതായത് നല്ല ഹാപ്പിനെസ് ആയിട്ടുള്ള നല്ല പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ് ഒരുക്കി തരുന്നതെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? എന്റെ മാക്സിമം ഞാൻ അവിടെ കൊടുക്കും അല്ലെ, മാനേജ്മെന്റിന് വേണ്ടിയിട്ട് ഇല്ലേ? എന്റെ അറിവുകൾ കൂടുതലായിട്ട് അവിടെ ഉപയോഗിക്കും, എന്റെ കഴിവുകൾ കൂടുതലായിട്ട് അവിടെ ഉപയോഗിക്കും. കാരണം എന്താ? അത്രമാത്രം മാനേജ്മെന്റ് എനിക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. അപ്പോ ഞാൻ തിരിച്ച് എന്ത് ചിന്തിച്ചൂടാ? എനിക്കും എന്റെ മാക്സിമം കൊടുക്കാനായിട്ട് പറ്റും. അങ്ങനെ ചിന്തിച്ചൂടെ? നമ്മൾ അങ്ങനെ ഗിവ് ആൻഡ് ടേക്ക് പോളിസി എന്ന് പറയും അല്ലെ, കൊടുക്കുക മേടിക്കുക അല്ലെ, അങ്ങനെ പറയാറുണ്ട് അല്ലെ. അപ്പോ ഇത്തരത്തില് ഒരു നല്ലൊരു അന്തരീക്ഷം അത് ഹോസ്പിറ്റൽ മേഖല മാത്രമല്ല കേട്ടോ, നമ്മൾ ഏതൊരു ജോലി സ്ഥലത്തും ജോലി ചെയ്യുവാണെങ്കിൽ, ഏതൊരു സ്ഥാപനത്തിൽ നമ്മൾ വർക്ക് ചെയ്യുവാണെങ്കിൽ നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നോക്കും. ഒരു തുണിക്കടയിൽ നിൽക്കുന്ന സെയിൽസ് ഗേളിന് അവിടെ അവൾക്ക് വർക്ക് ചെയ്യാൻ നല്ലൊരു അറ്റ്മോസ്ഫിയർ ഒരുക്കി കൊടുക്കുവാണെങ്കിൽ അവൾ എത്ര നേരം വരെയെങ്കിലും അവിടെ നിൽക്കാൻ തയ്യാറാകും. അതാണ്. അപ്പൊ നമ്മളോട് ഇങ്ങോട്ട് കാണിക്കുന്നത് എന്താണ്, നമ്മളത് തിരിച്ചും കാണിക്കണം അല്ലെ. അപ്പൊ നമ്മുടെ നോളജും അതുപോലെ തന്നെ നമ്മുടെ സ്കില്ലും ഡെവലപ്പ് ആകുന്ന രീതിയിലാണ്, അല്ലെങ്കിൽ അതിനെ ഡെവലപ്പ് ആക്കാനായിട്ട് ഇത് സഹായിക്കും. മൂന്നാമത്തെ പോയിന്റ്, a management process causing an efficient and effective pattern of nursing care services in the most frugal manner. ഓക്കെ, അത് നമുക്കൊന്ന് നോക്കാം എന്താണ് ഇവിടെ പറയുന്നത് കേട്ടോ. അതായത് ചെലവ് കുറഞ്ഞ രീതിയിൽ എഫക്റ്റീവായ നഴ്സിംഗ് കെയർ നൽകുന്ന മാനേജ്മെന്റ് സംവിധാനം. ഓക്കെ, അതെങ്ങനെയാണ്? അതായത് നമുക്കറിയാം നമ്മളൊക്കെ മനുഷ്യരാണ് അല്ലെ. അപ്പൊ നമ്മൾ ഏറ്റവും നമ്മുടെ പൈസ നമ്മളെപ്പോഴും ചെലവ് ചുരുക്കാനാണ് നോക്കുക അല്ലെ. അതായത് ചെലവ് കുറഞ്ഞ രീതിയിൽ നമ്മൾ ഏറ്റവും ബെസ്റ്റ് കിട്ടാനായിട്ട് ശ്രമിക്കും. നമ്മളിപ്പോ ഒരു തുണിക്കടയിൽ പോവാണെന്ന് വിചാരിക്കുക, നമ്മൾ എന്ത് ചെയ്യും? ഏറ്റവും പൈസ കുറഞ്ഞിട്ടുള്ള ഒരു ചുരിദാറായിട്ട് നമ്മൾ എടുക്കുന്നത്. പക്ഷെ അതിന് ക്വാളിറ്റി ഉണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. അത് നല്ലതാണോ, പെട്ടെന്ന് ഡാമേജ് ആവോ, അങ്ങനെയൊക്കെ നോക്കിയാണോ നിങ്ങൾ സാധാരണ ഡ്രസ്സൊക്കെ എടുക്കുന്നത്? ഡ്രസ്സിന്റെ കാര്യത്തിൽ മാത്രമല്ല കേട്ടോ, മറ്റേതൊരു കാര്യത്തിലും. ഒരു വീട്ടിലേക്ക് നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ചെലവ് ചുരുക്കിയിട്ടായിരിക്കും എന്ത് ചെയ്യുക, അത് വാങ്ങുക. പക്ഷെ അതിന് ക്വാളിറ്റി ഉണ്ടോ എന്ന് കൂടി എന്ത് ചെയ്യാറുണ്ട്, ചെക്ക് ചെയ്യാറുണ്ട്. അപ്പൊ ഇതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനും എന്ത് ചെയ്യാറുണ്ട്, ആളുകളെ എടുക്കുമ്പോൾ, അതായത് ജോലിക്കായിട്ട് അപ്പോയിന്റ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ കുറച്ചൊക്കെ സാലറി ആയിരിക്കും കൊടുക്കുക. പക്ഷെ കുറച്ച് സാലറി ആണെങ്കിലും അവര് നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ, അവരുടെ നല്ല രീതിയിൽ ഔട്ട്പുട്ട് കിട്ടുന്നുണ്ടോ എന്ന് നോക്കുന്ന ആളുകളുണ്ട്. അതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ചെലവ് കുറഞ്ഞ രീതിയിൽ എഫക്റ്റീവായിട്ട് നഴ്സിംഗ് കെയർ നൽകുന്ന മാനേജ്മെന്റ് സംവിധാനം. അപ്പൊ ഇതൊക്കെയാണ് എന്ത്, നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷന്റെ എയിംസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് എലമെന്റ്സ് ഓഫ് സ്റ്റാഫിംഗ് ആണ് കേട്ടോ. നിങ്ങൾ വായിച്ചായിരുന്നോ ഇമ്പോർട്ടന്റ് എലമെന്റ്സ് ഓഫ് സ്റ്റാഫിംഗ്? വായിച്ചായിരുന്നോ? വായിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് വായിച്ചോളൂ കേട്ടോ. ഇമ്പോർട്ടന്റ് എലമെന്റ്സ് ഓഫ് സ്റ്റാഫിംഗ്.
ഓക്കെ, ഞാൻ മൈക്ക് ഓൺ ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല, മനസ്സിലായി. ഓക്കെ, വെരി ഗുഡ്. കഴിഞ്ഞ ക്ലാസ്സിലെ മോക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്തില്ലേ ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്? അതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും തെറ്റുകളോ എന്തെങ്കിലും മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ ക്ലാസ്സിൽ പറയണം കേട്ടോ. അത് വീണ്ടും വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുവാണ്. ടെക്സ്റ്റ് ബുക്ക് കിട്ടാത്ത ആരെങ്കിലും ഉണ്ടോ ഇതിനകത്ത്? ഇനി ടെക്സ്റ്റ് ബുക്ക് കിട്ടാത്ത ഇല്ല? ഓക്കെ, പുതുതായിട്ട് ജോയിൻ ചെയ്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ഓക്കെ, അപ്പൊ നമുക്കിനി നെക്സ്റ്റ് ക്ലാസ്സിലെ ഇമ്പോർട്ടന്റ് എലമെന്റ്സ് ഓഫ് സ്റ്റാഫിങ്ങും സിസ്റ്റം ഓഫ് സ്റ്റാഫിംഗ് ഒക്കെ പറയാം കേട്ടോ. അടുത്ത ക്ലാസ്സിൽ ഇനി കണ്ടിന്യൂ ചെയ്യാം. ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് വരിക കേട്ടോ. ക്ലാസ്സിൽ കയറുന്നതിന് മുമ്പായിട്ട് ജസ്റ്റ് ഒന്ന് വായിക്കുക ഇനി നമ്മൾ എടുക്കാനുള്ള ഭാഗം. ഓക്കെ, അപ്പൊ അതിന്റെ പേര് Thank you, Miss. താങ്ക് യു. Thank you, ma'am. Thank you, ma'am. വെള്ളിയാഴ്ച കാണാം, ഫ്രൈഡേ കാണാം കേട്ടോ.